പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കരങ്ങൾ കൂപ്പി അൽത്താരയിൽ എഴുന്നള്ളിരിക്കുന്ന കർത്താവിനെ കണ്ട് ഹൃദയം കൊണ്ടും അധരം കൊണ്ടും നമുക്ക് ദൈവത്തെ ആരാധിക്കാം. നമ്മുടെ ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്. ഈ കർത്താവ് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. കർത്താവേ, ഇതാ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, ഇതാ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ഇതാ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. നിന്റെ അനന്തമായ സ്നേഹത്തെ ഓർത്തും കാരുണ്യത്തെ ഓർത്തും ഞങ്ങൾ നന്ദി പറയുന്നു. കരങ്ങൾ കൂപ്പി നമുക്കൊരുമിച്ച് കർത്താവിനെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി ഈ നിമിഷം പ്രാർത്ഥിക്കാം. കുടുംബമായി ഈ ആരാധനയിൽ പങ്കുചേരുന്നവരുണ്ടാകാം. ലോകത്തിൻ്റെ പലയിടങ്ങളിൽ ഇരുന്ന് നിങ്ങളുടേതായ അവസ്ഥകൾ പങ്കുവെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം. ഈ ആലയത്തോട് ചേർന്ന് ലോകം മുഴുവനും വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവരുണ്ടാകാം. മറ്റാർക്കൊക്കെ വേണ്ടി അൽത്താരയ്ക്ക് മുമ്പിൽ കരഞ്ഞും നിലവിളിച്ചൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം. എല്ലാ പ്രാർത്ഥനകളെയും ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. പ്രാർത്ഥിക്കുന്നവരുടെ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ജീവിതത്തിലാണ് കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കുക. ഉണ്ട് ഈ നിമിഷങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന നിമിഷങ്ങളാണ്. നമ്മുടെ കർത്താവ് നമ്മോട് കരുണ കാണിക്കുന്ന നിമിഷങ്ങളാണ്. മിക്കാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 8-ാമത്തെ തിരുവചനം 6-8. മനുഷ്യ, നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ലോകം കാണിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. ദൈവം നല്ലതെന്താണെന്ന്, നമുക്ക് നന്മയെന്താണെന്ന് ദൈവം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് പറയാണ്, നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് ദൈവം നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? നമ്മൾ പല കാര്യങ്ങളും ദൈവത്തിൽ നിന്നൊക്കെ ആവശ്യപ്പെടുന്നവരാണ്. ഈ ആരാധന നിമിഷങ്ങളിൽ പോലും ദൈവമേ ഇന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ തരണമേ എന്നുള്ള ആവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം തമ്പുരാനോട് ഉയർത്തിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. കർത്താവ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ പ്രവാചകനിലൂടെ നമ്മളോട് സംസാരിക്കുക. ഒന്ന്, നീതിപൂർവം പ്രവർത്തിക്കുക, അപരന് അർഹതപ്പെട്ടത് കൊടുക്കുക. കുടുംബത്തിൽ അപ്പനുണ്ടോ, അമ്മയുണ്ടോ, ജീവിത പങ്കാളിയുണ്ടോ, മക്കളുണ്ടോ, ഇവർക്കൊക്കെ അർഹതപ്പെട്ടത് നമ്മൾ കൊടുക്കണം. അപരൻ്റെതൊന്നും നമ്മൾ അപഹരിക്കരുത്. അതുകൊണ്ടാണ് ചെയ്യേണ്ട നന്മയെന്താണെന്ന് അറിഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നുവെന്ന് യാക്കോബ് ശ്ലീഹ പറയുന്നത്. ഉണ്ട് ചിലപ്പോൾ അവന് അർഹതപ്പെട്ട സ്നേഹം നിഷേധിക്കുമ്പോൾ, കരുണ കാണിക്കാതിരിക്കുമ്പോൾ, മനസ്സിലാക്കാതിരിക്കുമ്പോൾ, ചേർത്ത് പിടിക്കാതിരിക്കുമ്പോഴൊക്കെ ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ ബോധപൂർവം നമ്മൾ തിരസ്കരിക്കുന്നവരായിട്ട് മാറും. കർത്താവിൻ്റെ വചനം പറയാണ്, നീതിപൂർവം പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, അർഹിക്കുന്നതിലും ഉപരി സ്നേഹം കൊടുക്കാനാണ് പറയുന്നത്. കരുണ കാണിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, അവരോട് ഒക്കെ അവരർഹിക്കുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ കൊടുക്കും. എന്നാൽ അർഹിക്കുന്നതിനുമുപരി എന്നെ വേദനിപ്പിക്കുമ്പോഴും എന്നെ മുറിപ്പെടുത്തുമ്പോഴും എന്നെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അസ്വസ്ഥപ്പെടുത്തുമ്പോഴും അവർ എൻ്റെ സ്നേഹത്തിന് അർഹരല്ലാതിരുന്നിട്ട് പോലും അവർ ഒരു വിധത്തിലും അവരോട് സ്നേഹം കാണിക്കേണ്ട സാധ്യത എനിക്കില്ലാതിരിക്കുമ്പോഴും ഉപരിയായ ഒരു സ്നേഹം കാണിക്കുമ്പോൾ കരുണ കാണിക്കുന്നവരായിട്ട് നമ്മൾ മാറുകയാണ്. അർഹിക്കാത്ത സ്നേഹത്തിൻ്റെ
പേരാണ് കരുണ എന്ന് പറയുന്നത്. കർത്താവ് പറയാ കരുണ കാണിക്കുക. അതാണ് ഈശോ കാൽവരിയിൽ അവസാനത്തുള്ളി രക്തം ചിന്തി നമ്മെ വീണ്ടെടുക്കാൻ പിതാവായ ദൈവം പുത്രനിലൂടെ കാണിച്ചത് ഈ കരുണയാണ്. റോമ 5:8 നാം വായിക്കുന്നില്ലേ, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. നല്ലവരായിരിക്കുകയല്ല, യോഗ്യരായിരിക്കുകയല്ല, ഒന്നുമല്ല, എന്തെങ്കിലും ശ്രേഷ്ഠത ഉണ്ടായിരുന്നിട്ടല്ല, മറിച്ച് നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ പിതാവായ ദൈവം ഈ പുത്രനിലൂടെ നമ്മളോട് കരുണ കാണിച്ചു. പിതാവായ ദൈവം നമ്മോട് കാണിച്ച കരുണയാണ് പുത്രനായ ഈശോ. കൊണ്ടാണ് വചനം പറയുന്നത് കരുണ കാണിക്കേ പറയാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക എന്ന് പറഞ്ഞാൽ എളിമയോടെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുക, എളിമപ്പെട്ട് നിന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ, ഞാനൊന്നുമല്ല, നമുക്കൊന്നും അഹങ്കരിക്കാനില്ല. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോകുന്നതാണ് ഈ ജീവിതം. അടുത്ത നിമിഷം നമ്മളുണ്ടോ ഇല്ലേ എന്ന് പോലും നമുക്കറിയില്ല. ഉണ്ടാണല്ലോ വചനം ചോദിക്കുന്നു, മനുഷ്യ നീ എന്തിനെ ഓർത്ത് അഹങ്കരിക്കുന്നേ? ഉണ്ട്. തമ്പുരാനെ, എളിമയോടെ നിന്റെ മുമ്പിൽ നിന്ന് ഇതാ ഞങ്ങൾ ഒരുമിച്ച് നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾക്കറിയാം ഞങ്ങൾ ബലഹീനരാണെന്ന്, ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് കുറവുകളുണ്ടെന്ന്. ദൈവമേ, ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് പോരായ്മകളുള്ളവരാണെന്ന്. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സകല കുറവുകളിലേക്കും ഇറങ്ങി വരാൻ കഴിവുള്ളവൻ അങ്ങാണല്ലോ. ഞങ്ങൾ അനുഭവിക്കുന്ന കുടുംബ സമാധാനത്തിൻ്റെ കുറവ്, സന്തോഷത്തിൻ്റെ കുറവ്, ദൈവിക നന്മകളുടെ കുറവ്, ഇതൊക്കെ തമ്പുരാനെ നിന്റെ സ്നേഹത്തിൽ നീ നികത്തണമേ, നിന്റെ കാരുണ്യത്തിൽ നീ നികത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. അതോടൊപ്പം കർത്താവ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, കർത്താവിൻ്റെ സന്നിധിയിൽ വിനീതരായി ചരിക്കുക, ഇതാണ് കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി, കർത്താവേ, നിന്നിൽ നിന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഈ ജീവിത നിയോഗങ്ങളുടെ മേൽ നിന്റെ കരുണ വെളിപ്പെടുത്താൻ തക്ക വിധത്തിൽ കരുണ കാണിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ കർത്താവിലേക്ക് നീട്ടിപ്പിടിച്ച് നമ്മുടെ നിയോഗങ്ങളെ, ലോകം മുഴുവനെയും ഈ നിമിഷം നമ്മോടൊപ്പം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവര്, പ്രാർത്ഥനകൾ യാചിച്ചു കൊണ്ടിരിക്കുന്നവര് എല്ലാവരെയും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി കർത്താവിൻ്റെ കരങ്ങളിലേക്കും കരുണയ്ക്ക് സമർപ്പിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കരുണ കാണിക്കണമേ. യേശുവേ, കരുണ കാണിക്കണമേ. ലോകമെമ്പാടും ഇരുന്ന് ദൈവമേ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾ, നീ കരുണ കാണിക്കണമേ, കരുണ കാണിക്കണമേ, അർഹിക്കാത്ത സ്നേഹം കാണിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന. കരങ്ങൾ കൂപ്പി കാംക്ഷിക്കുമ്പോൾ ആത്മാവിനാൽ നിറച്ചിടണേ ആ ജീവനെ കേടണേ. യേശുവേ, ഞാൻ നിന്റെ ദാനമല്ലോ, ആഴത്തിൽ എന്നോടൊന്ന് ഇടപെടണേ, ആത്മാവിൽ എന്നോടൊന്ന് ഇടപെടണേ, ആഴത്തിൽ എന്നോടൊന്ന് ഇടപെടണേ, ആത്മാവിൽ എന്നോടൊന്ന് ഇടപെടണേ. ഒട്ടുമേലായിരിക്കാം. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. നമ്മൾ യാചിച്ചതും പ്രാർത്ഥിച്ചതും നമ്മുടെ കർത്താവ് കേട്ടു എന്ന് വിശ്വസിക്കാം. ഒത്തിരിയേറെ വേദനകളും സങ്കടങ്ങളും ദുഃഖദുരിതങ്ങളും രോഗാവസ്ഥകളുടെ നടുവിലൊക്കെ പ്രാർത്ഥിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. നിങ്ങൾ ഈ നിമിഷങ്ങളിൽ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്ന പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്ന മക്കളെ പ്രത്യേകം സമർപ്പിക്കുന്നു. മരണാസന്നരായി കഴിയുന്നവർ, ഹോസ്പിറ്റലുകളിലായിരിക്കുന്നവർ, വെന്റിലേറ്ററിൽ കഴിയുന്നവർ,
കർത്താവെ, പ്രത്യേകം ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സുഖപ്പെടുത്തുന്ന കരം ആ മക്കളുടെ മേൽ നീ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി വല്ലാതെ ഞെരുങ്ങുന്ന കുടുംബങ്ങൾ, കടബാധ്യതയുടെ നടുവിൽ നട്ടം തിരിയുന്നവർ, മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ലാതെ അസ്വസ്ഥരായിരിക്കുന്നവർ, കർത്താവെ, നിൻ്റെ കാരുണ്യത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് കർത്താവെ നീ അനുഗ്രഹിക്കണമേ. ഇവർക്ക് വേണ്ടത്, ഇവരുടെ കുടുംബത്തിന് വേണ്ടത്, ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടതെല്ലാം കർത്താവെ ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആർക്കെല്ലാം വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇവിടെയൊക്കെ പേരുകൾ പറഞ്ഞ് ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി ദൈവമേ, സ്തുതിക്കുന്നു, ആരാധിച്ചു നന്ദി പറയുന്നു. ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ, ലോകം മുഴുവന് മേലും കരുണയായിരിക്കണമേ. ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.